ഒരു ദുരന്തം വരുമ്പോൾ നമ്മളെല്ലാം ഒന്നിച്ച് ചേരും, അണിചേരും എന്നുള്ളതിന് ഉദാഹരണമായി ഒരുപാട് പേർ സഹായ വാഗ്ദാനവുമായി ഇപ്പോൾ വന്നിരിക്കുന്നു. ഉരുൾപൊട്ടൽ തകർന്നടിഞ്ഞു പോയ വയനാടിനായിട്ട് ഒരുപാട് സഹായപ്രവാഹം എത്തുന്നു. സിനിമാ താരം ജോജു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ സാഹിത്യകാരൻ ടി പത്മനാഭൻ, ഗായിക റിമി ടോമി എന്നിവർ 5 ലക്ഷം രൂപ വീതം നൽകി. നായർ സർവീസ് സൊസൈറ്റി ഇപ്പോൾ 25 ലക്ഷം രൂപ വാഗ്ദാനം നൽകി. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 20 ലക്ഷം രൂപയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 10 ലക്ഷം രൂപയും CPIM MLA-മാരും MP-മാരും ഒരു മാസത്തെ ശമ്പളവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ച നിരവധി താരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിനായി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിവിന്റെ പരമാവധി സംഭാവന ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. നമ്മൾ ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കുറേ ആളുകളുടെ വീടും ജീവിതമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം. അത് ഏത് രീതിയിലാണെങ്കിലും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ്. സമാനതകളില്ലാത്ത ഒരു ദുരന്തമുഖത്താണ് നമ്മളിന്നുള്ളത്. അതിതീവ്ര മഴയുടെ പരിണിത ഫലമായി ഒരു ഗ്രാമം തന്നെ നാമാവശേഷമായിരിക്കുകയാണ്. ഒരു ജനത മുഴുവൻ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഓരോ മലയാളിയുടെയും മനസ്സ് മുഴുവൻ വയനാട്ടിനോടൊപ്പമാണ്. ഉണ്ടക്കൈയും ചൂരൽമലയും വയനാടിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയ അവസ്ഥയിലാണ്. ഈ മാഞ്ഞുപോയ ഉണ്ടക്കയുടെയും ചൂരൽമലയുടെയും പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കി ഓരോ മലയാളികളും ഇതിനായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ വിഷമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം. നമ്മൾ ഒരുമിച്ച് ഇതും അതിജീവിക്കും. കേരളം അതിദാരുണമായ ഒരു പ്രകൃതി ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ തരണം ചെയ്യാൻ എല്ലാവരുടെയും കൂട്ടായ ശ്രമം ആവശ്യമാണ്. നമ്മളെല്ലാവരും ഓരോരുത്തരും കഴിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക. താരങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ സഹായം നൽകാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു കാലത്ത്, ഈ ആസുരകാലത്ത്, ഈ വയനാട്ടിൽ ഇത്രയും വലിയ അപകടം ഉണ്ടായിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. കക്ഷി രാഷ്ട്രീയവും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളും പറയാൻ നമുക്ക് ഇഷ്ടംപോലെ സമയം ജീവിതത്തിൽ ബാക്കി കിടക്കുകയാണ്.